നമസ്കാരം. ആദ്യം പ്രധാന വാർത്തയിലേക്ക്. കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോര് തുടരുന്നു. VCയുടെ എതിർപ്പിനിടെ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുത്ത് KS അനിൽകുമാർ. ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിന് സസ്പെൻഷൻ. പകരം മിനി കാപ്പനെ നിയമിച്ച VC സിസ തോമസ്. സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി നിയമവിധേയമല്ലെന്നും പുതിയ രജിസ്ട്രാറെ നിയമിച്ചെന്നും ഗവർണർക്ക് VCയുടെ റിപ്പോർട്ട്. പത്തനംതിട്ട കോന്നിയിൽ പാറമട അപകടം. പാറ പൊട്ടിക്കുന്നതിനിടെ എക്സ്കവേറ്ററിന് മുകളിലേക്ക് പാറക്കഷ്ണങ്ങൾ ഇടിഞ്ഞു വീണു. കുടുങ്ങിക്കിടക്കുന്ന 2 പേർക്കായി രക്ഷാപ്രവർത്തനം തുടരുന്നു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. ആലപ്പുഴയിലും പത്തനംതിട്ടയിലും BJP മാർച്ചിൽ സംഘർഷം. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് മൊഴി നൽകി തഹാവൂർ റാണ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്ത ഏജന്റായിരുന്നു താനെന്നും റാണ. സ്വകാര്യ ബസ് ഉടമകളുടെ ചർച്ച പരാജയം. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് സമരം. 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക്. പത്തനംതിട്ട കോന്നി പയ്യനാമണിൽ പാറമടയിൽ അപകടം. പാറമടയിലെ പാറ പൊട്ടിച്ചു മാറ്റുന്നതിനിടെ എക്സ്കവേറ്ററിന് മുകളിലേക്ക് പാറക്കഷ്ണങ്ങൾ ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. എക്സ്കവേറ്ററിനുള്ളിൽ ഡ്രൈവറും സഹായിയും കുടുങ്ങിക്കിടക്കുന്നു. ബീഹാർ സ്വദേശി അജയ് റായ്, ഒറീസ സ്വദേശി മഹാദേവ് പ്രധാൻ എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതേസമയം അപകടം നടന്ന ചെങ്കുളം പാറമട അനധികൃതമായി പ്രവർത്തിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പാറമടയുടെ പ്രവർത്തനം മൂലം ഏറെ നാളുകളായി ദുരിതത്തിലാണെന്നും നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ് ചേരുന്നു. കണ്ണൻ, ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? 2 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെ? ഇതിന് ലൈസൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിവായിട്ടുണ്ടോ? അതെ, ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് ക്രെയിൻ അടക്കം എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രക്ഷാപ്രവർത്തനം വളരെ സമയമെടുത്ത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ വേണ്ടത്. ഈ പാറകൾ മുഴുവൻ ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനായി ഇപ്പോൾ ചെറിയൊരു ക്രെയിൻ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ അത് പര്യാപ്തമാവുകയില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇറങ്ങിയാൽ ക്രെയിൻ ഉപയോഗിച്ചാൽ പോലും 1-2 ആൾക്കാർക്ക് മാത്രമേ അതിൽ റോപ്പ് വഴി താഴേക്ക് ഇറങ്ങാൻ കഴിയൂ. എന്നാൽ ഒരു ആൾ ഇറങ്ങിയാൽ അദ്ദേഹത്തിന് മാത്രമായിട്ട് ഈ പാറകൾ മാറ്റി അതിൽ നിന്നും ഈ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ഇപ്പോൾ ഈ നാട്ടുകാരടക്കം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. നേരത്തെ തന്നെ ഈ പാറമടയെ സംബന്ധിച്ച് നിരവധി തവണ അധികൃതർക്കടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ പാറമട അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതടക്കം അവർ പറയുന്നുണ്ട്. അതിലിപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം ഇപ്പോൾ പറയുന്നത് ഈ പാറമടയുടെ പ്രവർത്തനം അനധികൃതമാണ് എന്ന കാര്യത്തിൽ പരിശോധിക്കുമെന്നാണ്. ഈ പാറമടയുടെ ക്രഷറിന്റെ ലൈസൻസ് കാലാവധി തീർന്നതാണ്. പക്ഷേ ഈ പാറമട പ്രവർത്തിക്കുന്നതിന് അനുമതി ഉണ്ട്. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, കളക്ടർ അടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേന് കളക്ടർ അടക്കം ഇവിടേക്ക് എത്തും. എന്തായാലും ഈ രക്ഷാദൗത്യം കൂടുതൽ സമയം എടുത്ത് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. കൂടുതൽ നേരത്തേക്ക് ഇത് നീളുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഈ വലിയ പാറകളായതുകൊണ്ട് തന്നെ ഇത് മാറ്റുക ദുഷ്കരമാണ്. വലിയ ഹിറ്റാച്ചിയൊക്കെ ഉപയോഗിച്ച് പാറകൾ കുറേശ്ശെ നീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഇനിയും ഏറെ സമയം എടുത്ത് മാത്രമേ ഇത് മാറ്റി ഈ ഇതിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്നവരെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അശ്വതി, അതുതന്നെയാണ് പത്തനംതിട്ടയിൽ പാറമടയിൽ അപകടമുണ്ടായിരിക്കുന്നു. കോന്നി പയ്യനാമണ്ണിലാണ് അപകടമുണ്ടായത്. 2 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ്. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനിടെ അനധികൃതമായാണ് ഈ പാറമട പ്രവർത്തിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണങ്ങൾ.
അതിനൊക്കെ ഇപ്പോൾ കളക്ടർ സ്ഥലത്ത് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടതുണ്ട്. പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. വിവരങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ് നൽകിയത്. കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോര് അവസാനിക്കുന്നില്ല. സിൻഡിക്കേറ്റ് ചേർന്ന് സസ്പെൻഷൻ റദ്ദാക്കിയതിനാൽ രജിസ്ട്രാറുടെ ചുമതലയിൽ തുടർന്ന് KS അനിൽകുമാർ. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് കാവലിലാണ് സർവകലാശാല ആസ്ഥാനം. സസ്പെൻഷൻ ഉത്തരവ് റദ്ദ് ചെയ്ത സിൻഡിക്കേറ്റ് തീരുമാനത്തിന്റെ പിൻബലത്തിലാണ് രജിസ്ട്രാർ KS അനിൽകുമാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തിയത്. എന്നാൽ അനിൽകുമാർ എത്തുന്നതിന് തൊട്ടു പിന്നാലെ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെതിരെയും VCയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് നടപടിയെടുത്തിരുന്നു. VCയുടെ അനുമതിയില്ലാതെ KS അനിൽകുമാറിന് രജിസ്ട്രാറുടെ ചുമതല കൈമാറി എന്ന കാരണത്താലാണ് നടപടി. ഇതിനിടെ ജോയിന്റ് രജിസ്ട്രാർ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പിന്നാലെ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി സിസ തോമസ് ഉത്തരവിട്ടു. പിന്നെ കണ്ടത് കസേരകളി. ഒരു സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർമാർ ചുമതലയിൽ വരുന്ന അസാധാരണ സാഹചര്യം. ഇതിനിടെ സർവകലാശാല ജീവനക്കാരും SFI പ്രവർത്തകരും സിസ തോമസിനെതിരെയും VC മോഹനൻ കുന്നുമലിനെതിരെയും പ്രതിഷേധം നടത്തി. RSSന്റെ ഗവേഷണത്തിൽ മോഹനൻ കുന്നുമലിനെ ചിത്രീകരിക്കുന്ന ബോർഡുകൾ SFI പ്രവർത്തകർ സ്ഥാപിച്ചു. ശാഖയിൽ പഠിച്ചത് ശാഖയിൽ മതി എന്നെഴുതിയ ബാനറും പ്രവർത്തകർ സ്ഥാപിച്ചു. സിസ തോമസ് എത്തിയാൽ തടയാൻ തയ്യാറായാണ് പ്രവർത്തകർ തമ്പടിച്ചത്. ഇതിനിടെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സർവകലാശാലയിലുണ്ടായ സംഭവങ്ങളിൽ VCയോട് വിശദീകരണം തേടിയിരുന്നു. അതേസമയം സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത ഹൈക്കോടതിയിൽ നൽകിയ ഹർജി KS അനിൽകുമാർ പിൻവലിച്ചു. തന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് ചേർന്ന് റദ്ദാക്കിയെന്നാണ് അനിൽകുമാർ കോടതിയെ ബോധിപ്പിച്ചത്. എന്നാൽ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി നിലനിൽക്കില്ല എന്നും നിയമസാധുത ഇല്ലെന്നുമാണ് സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത്. മിനി കാപ്പനെ രജിസ്ട്രാറായി നിയമിച്ചിട്ടുണ്ടെന്നും സിസ തോമസ് ഗവർണറെ അറിയിച്ചു. VCയും ഗവർണറും ഒരു ഭാഗത്തും രജിസ്ട്രാറും സർക്കാരും മറുഭാഗത്തും നിൽക്കുമ്പോൾ സർവകലാശാലയിലെ പ്രശ്നപരിഹാരം കൂടുതൽ സങ്കീർണമാവുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിൻഡിക്കേറ്റ് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്നുള്ള തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ. നാടിന്റെ സ്വത്താണ് സർവകലാശാല. ഇത് ശാന്തമായി പോകണം, നന്നായി ഉയരത്തിലേക്ക് വരണമെന്നും രജിസ്ട്രാർ പ്രതികരിച്ചു. തീരുമാനപ്രകാരം അത് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് അതിന്റെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സാധാരണ നമ്മുടെ നാടിന്റെ സ്വത്താണ് ഈ സർവകലാശാല. ഇതിൽ ശാന്തമായി പോകണം, നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം. അത്ര നിയമപരമായി നിലനിൽക്കുന്ന വിഷയമാണിതെന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ ഷിജു ഖാൻ. അതിനാൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിയമപരമായി മുന്നോട്ടു പോകും. കോടതി നിലപാടിന് ശേഷം പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരികയും കോടതി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ നിയമപരമായി അത്തരമൊരു വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കോടതിയുടെ മറ്റു കാര്യങ്ങളും നടപടികളുമൊക്കെ കഴിയുന്ന മുറയ്ക്ക് അതിനെ സംബന്ധിച്ച വിശദീകരണം കൃത്യമായിട്ടും നിങ്ങൾക്ക് തരും. ഇപ്പോൾ സ്വാഭാവികമായും ഒരു നിയമപരമായ ഒരു കാര്യത്തിലൂടെ പോകുന്ന ഒരു വിഷയത്തിന്മേൽ സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിലും അക്കാര്യത്തിൽ മറ്റ് വിശദീകരണങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ തർക്കത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിന്റെ അഭിമാനമായിരുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും സർക്കാർ തകർത്ത് തരിപ്പണമാക്കി. സർവകലാശാലകളെ സംഘർഷഭരിതമാക്കുന്നത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ആശങ്കയിലാക്കിയെന്നും മറക്കരുത്. സർക്കാരും രാജ്ഭവനും തമ്മിൽ കുറേ കാലമായി ആരംഭിച്ച അധികാര തർക്കങ്ങൾ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ അനിശ്ചിതത്വത്തിലാക്കി. കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന അധികാര തർക്കങ്ങളെയും സംഘർഷങ്ങളെയും തുടർച്ചയാണ് കേരള സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്തതിൽ സർക്കാരിനും രാജ്ഭവനും ഒരുപോലെ പങ്കുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചു. തിരികെ ജോലിയിൽ പ്രവേശിച്ചുവെന്ന് അനിൽകുമാർ കോടതിയിൽ അറിയിച്ചു. വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത നടപടി സിൻഡിക്കേറ്റ് പിൻവലിച്ച സാഹചര്യത്തിലാണ് ഡോക്ടർ അനിൽകുമാർ ഹർജിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്ന് കോടതിയെ അറിയിച്ചത്. ഹർജി പിൻവലിക്കാൻ കോടതി അനുമതി നൽകുകയും ചെയ്തു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി റദ്ദാക്കിയ സിൻഡിക്കേറ്റിന്റെ തീരുമാനം സാധുവാണോ എന്ന് ബന്ധപ്പെട്ട അതോറിറ്റിക്ക് പരിശോധിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ റാണ തന്റെ പങ്ക് സമ്മതിച്ചതായ റിപ്പോർട്ട്. താൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്തനായ ഏജന്റായിരുന്നുവെന്ന് റാണ വെളിപ്പെടുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
ഡൽഹിയിലെ തീഹാർ ജയിലിൽ NIA കസ്റ്റഡിയിലാണ് തഹാവൂർ റാണ. മുംബൈ ആക്രമണം ആസൂത്രണം ചെയ്തത് പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ആണെന്നും ആക്രമണ സമയത്ത് താൻ മുംബൈയിലുണ്ടായിരുന്നുവെന്നും ഛത്രപതി ശിവാജി ടെർമിനൽസ് പോലുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിരുന്നുവെന്നും റാണ ദേശീയ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകി. തനിക്കും സുഹൃത്തും സഹായിയുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ-തോയ്ബയുമായി നിരവധി പരിശീലന സെഷനുകൾ ഉണ്ടായിരുന്നതായി റാണ വെളിപ്പെടുത്തി. ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് കടക്കാനായി വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകിയതായും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇമിഗ്രന്റ് ലോ സെന്റർ എന്ന പേരിൽ ഒരു കമ്പനി സ്ഥാപിച്ചായിരുന്നു ഇരുവരും ഭീകരാക്രമണത്തിന്റെ ആദ്യഘട്ട ആസൂത്രണങ്ങൾ ആരംഭിച്ചത്. കമ്പനി സ്ഥാപിക്കാനുള്ള ആശയം തന്റേതായിരുന്നുവെന്ന് തഹാവൂർ റാണ പറയുന്നു. അതിലെ സാമ്പത്തിക ഇടപാടുകൾ ബിസിനസ് ചെലവുകളായാണ് നടത്തിയത്. ഗൾഫ് യുദ്ധത്തിന്റെ സമയത്ത് പാകിസ്ഥാൻ സൈന്യം തന്നെ സൗദി അറേബ്യയിലേക്ക് അയച്ചിരുന്നതായും റാണ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയുടെ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജൻ അടങ്ങുന്ന വിദഗ്ധ സംഘമാണ് നവമിയെ ചികിത്സിക്കുക. ചികിത്സയ്ക്ക് എല്ലാ സൗകര്യവും ഒരുക്കിയതായി ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത്. അത്യാഹിത വിഭാഗം CL3 വിഭാഗത്തിലാണ് നവമിയെ പ്രവേശിപ്പിച്ചത്. ബിന്ദുവിന്റെ സഹോദരിയുടെ മകൾ ദിവ്യ, ഭർത്താവ് ഗിരീഷ് എന്നിവർക്കൊപ്പമാണ് നവമി മെഡിക്കൽ കോളേജിലെത്തിയത്. നവമിക്ക് മികച്ച ചികിത്സ തികച്ചും സൗജന്യമായി ലഭ്യമാക്കുമെന്ന് ഇന്നലെ ആരോഗ്യമന്ത്രി ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബത്തെ അറിയിച്ചിരുന്നു. ന്യൂറോ സർജൻ അടങ്ങുന്ന വിദഗ്ധ സംഘമാണ് നവമിയെ ചികിത്സിക്കുക. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ആശുപത്രിയിലെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തി. നവമിക്ക് സർക്കാർ എല്ലാ ചികിത്സാ സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ട്. സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ട്രോമ സപ്പോർട്ടും ഒക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് പറഞ്ഞ അനുസരിച്ച് തന്നെ ആശുപത്രി അധികൃതർ കൃത്യമായി എല്ലാ ഇടവേളകളിലും അത് ഇടപെടുകയും അതിനുള്ള പരിചരണം ഇപ്പം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ ആഴ്ച തന്നെ നവമിയുടെ ചികിത്സയുടെ ഭാഗമായുള്ള ശസ്ത്രക്രിയ നടത്തുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ ഉത്തരവാദികളായ മന്ത്രിമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. മുഴുവൻ സർക്കാർ ആശുപത്രികളിലും ഓഡിറ്റ് നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചതിനെ തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഗാന്ധിനഗറിൽ നിന്ന് പ്രകടനമായാണ് BJP പ്രവർത്തകർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. മെഡിക്കൽ കോളേജ് കവാടത്തിലെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് അപകടത്തിന് ഉത്തരവാദികളായ മന്ത്രിമാർ രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുഴുവൻ സർക്കാർ ആശുപത്രികളിലും സർക്കാർ ഓഡിറ്റ് നടപ്പാക്കണം. ബിന്ദുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്നും ബിന്ദുവിന്റെ മകന് സ്ഥിരം ജോലി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബിന്ദുവിന്റെ കുടുംബം അവർക്ക് ഒരു 25 ലക്ഷം മിനിമം കോമ്പൻസേഷൻ കൊടുക്കണം. ബിന്ദുവിന്റെ മോന് സർക്കാർ ഒരു ജോലി കൊടുക്കണം. ഇവിടെ ആരാണ് ക്രിമിനൽ നെഗ്ലിജൻസ് ചെയ്തത്? ഏത് മന്ത്രിയാണ്? അത് PWD ആണോ? അത് ആരോഗ്യമന്ത്രിയാണോ? രണ്ടാളാണോ? അതിന്റെ ഒരു അന്വേഷണം നടക്കണം. നാടിന്റെ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രിന്റെ ഒരു ഓഡിറ്റ് പെട്ടെന്ന് നടത്തണം. പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കാൻ CPM ശ്രമിച്ചാൽ BJP ശക്തമായി തിരിച്ചടിക്കുമെന്ന് BJP നേതാവ് PC ജോർജ് പറഞ്ഞു. നേതാക്കളായ B രാധാകൃഷ്ണ മേനോൻ, S ജയസൂര്യൻ, G ലിജിൻലാൽ, റോയ് ചാക്കോ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, കോട്ടയം. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് മഹിളാ കോൺഗ്രസ്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് മഹിളാ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ്, ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യവകുപ്പ് ഒന്ന് അനാരോഗ്യ വകുപ്പായിട്ട് മാറി. വീണ ജോർജ് എന്നാണോ കാലെടുത്ത് കുത്തിയത് അതോടെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യ വകുപ്പായി.
പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. ബാരിക്കേഡ് മറികടന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ഇതിനിടെ വനിതാ പോലീസുകാരിയുടെ ലാത്തികൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തക ബിന്ദു കൃഷ്ണന് പരിക്കേറ്റു. 2 തവണയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. 2-ലധികം തവണ സൈറൺ മുഴക്കിയെങ്കിലും ജലപീരങ്കിയിൽ നിന്ന് വെള്ളം വരാത്തത് പ്രവർത്തകർ കൂവി പരിഹസിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് BJP പ്രതിഷേധം. പലയിടത്തും പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സമാനമായ പ്രതിഷേധങ്ങളാണ് പലയിടത്തും ഇന്നും കണ്ടത്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധമാണുണ്ടായത്. സമരത്തിൽ സംഘർഷവുമുണ്ടായി. ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയത്തെ ദാരുണ സംഭവത്തിൽ ഒരു നടപടിയും ഇന്നുവരെ എടുത്തിട്ടില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ആശുപത്രിയിലെ പ്രശ്നങ്ങളുടെ കുറ്റം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ചുമലിൽ വെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് ചാണ്ടി ഉമ്മൻ ആരോപിച്ചു. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ദേശീയപാതയും ഉപരോധിച്ചു. കൊല്ലത്തും BJP പ്രവർത്തകരുടെ സമാന പ്രതിഷേധമുണ്ടായി. ജില്ലാ ആശുപത്രിയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത ഭരണമാണിതെന്നും ഈ അവസ്ഥയിൽ മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോയത് വെറും ചികിത്സയ്ക്ക് മാത്രമല്ലെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. BJP കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റി ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കും മാർച്ച് നടത്തി. വീണ ജോർജും VN വാസവനും ചേർന്ന് ബിന്ദുവിനെ കൊന്നതാണെന്നും ഇരുവരും രാജിവെച്ചൊഴിയണമെന്നും BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കോഴിക്കോട് ബീച്ച് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസും BJP ഉപരോധിച്ചു. ആൻജിയോഗ്രാം മെഷീൻ കേടായതിനെ തുടർന്ന് രോഗികളെ കൂട്ടത്തോടെ ഡിസ്ചാർജ് ചെയ്തതിനെതിരെയാണ് BJPയുടെ പ്രതിഷേധം. സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ BJP പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. എറണാകുളത്തും BJP ജില്ലാ ഘടകം നടത്തിയ മാർച്ചും പോലീസ് തടഞ്ഞു. എറണാകുളം DMO ഓഫീസിലേക്കായിരുന്നു മാർച്ച്. പ്രതിഷേധം BJP സംസ്ഥാന ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിലും BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ജനറൽ ആശുപത്രിക്ക് മുൻപിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJPയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിപക്ഷ സമരത്തിൽ പ്രതികരണവുമായി മന്ത്രി സജി ചെറിയാൻ. കോൺഗ്രസും BJPയും ഇപ്പോൾ കിടക്കുന്നത് ഒരേ കട്ടിലിലാണ്. വീണ ജോർജിനെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിനറിയാം. വീണ ജോർജിന്റെ ഭരണത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖല വളരുകയാണ് ചെയ്തത്. വിമാനാപകടത്തെ തുടർന്ന് വ്യോമയാന മന്ത്രി രാജിവെച്ചു. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയെന്നും അദ്ദേഹം ചോദിച്ചു. വീണ ജോർജിനെ സംരക്ഷിക്കാനുള്ള ധൈര്യമൊക്കെ കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. അത് ഞങ്ങൾ സംരക്ഷിച്ചോളാം, അതൊന്നും പ്രശ്നമില്ല. വീണ ജോർജിനെ അങ്ങനെ വ്യക്തിപരമായി ആക്രമിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഗവൺമെൻറ്റിന് കഴിവുണ്ട്. അത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമൊന്നും ഞങ്ങൾ അതിന് ഒരു കുഴപ്പമില്ല. എന്താണ് വീണ ജോർജ് ചെയ്ത തെറ്റ്? അതാരും പറയുന്നില്ല. കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നു. കേരളത്തിലെ ആരോഗ്യ മേഖല വളരുകയല്ലേ ചെയ്യുന്നത്. ബഹുമാനായ രമേശിൻ്റെ അങ്ങനെ ഒരു വാക്ക് പറയാമോ? വെന്റിലേറ്ററാണോ കേരളത്തിലെ ആരോഗ്യ മേഖല? അപ്പോൾ ആരുടെ താല്പര്യത്തിന് വേണ്ടി? കേരളത്തിലെ വളർന്നു വരുന്ന ചില കുത്തക സ്ഥാപനങ്ങൾ അവരെ സഹായിക്കണമെങ്കിൽ കേരളത്തിൻ്റെ പൊതു ആരോഗ്യ മേഖല തകരണം. അതാണ് വീണ ജോർജിനോടുള്ള ദേഷ്യം. സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയുള്ള കാര്യമല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അങ്ങനെയാണ് ജീവൻ നിലനിർത്തിയത്. വീണ ജോർജിനെയും പൊതുജനാരോഗ്യ രംഗത്തെയും CPM സംരക്ഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ കാര്യം മന്ത്രിമാരെന്താ സ്വകാര്യ ആശുപത്രി എല്ലാവരും പോകത്തില്ല. സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും, സാധാരണക്കാരനും പോകും, എല്ലാത്തിനും പോകും. ഏത് ആശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും. മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട്? ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ചിലർ സ്വകാര്യ ആശുപത്രി പോകും. ഞാൻ സ്വകാര്യ ആശുപത്രി ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു.
ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണ്. അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ്. അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ. സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല. കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം എന്നതിൽ അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും. ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും. അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും, അങ്ങോട്ട് പോകണം. മലപ്പുറം സ്വദേശിയുടെ ഇരട്ടക്കൊലപാതക വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് ബാബുവിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് കഞ്ചാവ് ബാബുവിനെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങിയത്. കൂടുതൽ ബാബുമാരിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ ഇരട്ടക്കൊലപാതക വെളിപ്പെടുത്തലിലാണ് അന്വേഷണ സംഘം കുടുങ്ങിയിരിക്കുന്നത്. 1989 നടന്ന കൊലപാതകത്തിൽ മുഹമ്മദ് അലിയുടെ കൂട്ടാളി കഞ്ചാവ് ബാബുവിനെ കണ്ടെത്തൽ നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് കടുത്ത വെല്ലുവിളിയാണ്. കഞ്ചാവ് ബാബു എറണാകുളം സ്വദേശിയാണെന്ന് മുഹമ്മദ് അലി പറഞ്ഞുള്ള അറിവേ പോലീസിനുള്ളൂ. കോഴിക്കോട് നഗരത്തിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ ഒരു ബാബുവിനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അയാൾ 10 വർഷം മുമ്പ് മരിച്ചെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കൂടരഞ്ഞി കൊലപാതകത്തിൽ 1986 മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയ SI തോമസിനെ തേടി അന്വേഷണ സംഘം എറണാകുളത്തെത്തി. കൂടരഞ്ഞി കൊലപാതകത്തിൽ മുഹമ്മദ് അലിയുടെ മൊഴി യോജിക്കുന്നില്ലെങ്കിലും വെള്ളയിൽ സംഭവത്തിൽ പോലീസിന് സംശയമൊന്നുമില്ല. മുഹമ്മദ് അലി പറഞ്ഞ 2 മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലങ്ങൾ ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. വെള്ളയിൽ കൊലപാതകത്തിന്റെ FIRഉം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. നടക്കാവ് സ്റ്റേഷനിൽ പരിശോധന തുടരുകയാണ് അന്വേഷണ സംഘം. കൂടരഞ്ഞി കേസിൽ പുതുതായി FIR ഇടേണ്ടി വരും. ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷ്റഫിന്റെ നേതൃത്വത്തിൽ 2 ടീമായാണ് അന്വേഷണം. അമൃത ന്യൂസ്, കോഴിക്കോട്. കാസർഗോഡ് കുമ്പള ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റിന്റെ ഭർത്താവ് ഫയലുകൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ യൂസഫ് ഫയൽ പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പ്രസിഡന്റ് ക്യാബിനിൽ ഇല്ലാത്ത സമയത്താണ് ഫയൽ പരിശോധന നടത്തിയത്. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ പ്രസിഡന്റിന്റെ ഭർത്താവ് ഇടപെടുന്നതായി നേരത്തെ ആരോപണമുയർന്നിരുന്നു. ഇത്തരം ഇടപെടലുകൾക്കെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നടക്കം പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ കാണാൻ PV അൻവർ എത്തി. VSന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ കുടുംബാംഗങ്ങളോട് അന്വേഷിച്ചറിഞ്ഞ അദ്ദേഹം മടങ്ങി. കഴിഞ്ഞ 23-ാം തീയതിക്ക് ശേഷം ഇവിടെ ക്രിട്ടിക്കൽ ICUവിലാണുള്ളത്. അദ്ദേഹം ഇപ്പോഴും നല്ല രീതിയിൽ മെഡിസിനോട് പ്രതികരിക്കുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ ഒരു പോരാളിയായി, കേരളത്തിലെ മുഖ്യമന്ത്രിയായും ജനത്തിനാകെ മാതൃകയായ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചത് നമുക്കറിയാം. 2011-2016 കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ചേലാകർമ്മത്തിനായി സ്വകാര്യ ക്ലിനിക്കിലേക്ക് എത്തിച്ച് അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ 2 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ക്ലിനിക്ക് അധികൃതർ. ക്ലിനിക്കിൽ സ്ഥിരമായി ചേലാകർമ്മം നടത്താറുണ്ടെന്നും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വീഴ്ച വന്നിട്ടില്ലെന്നും കാക്കൂർ കോർപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അഷ്റഫ് പറഞ്ഞു. സംഭവത്തിൽ വസ്തുതാ അന്വേഷണത്തിന് കോഴിക്കോട് DMO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ജീവനക്കാർ കാക്കൂരിലെ ആശുപത്രിയിലെത്തി അന്വേഷണം ആരംഭിച്ചു. പാലാ തൊടുപുഴ റോഡിൽ പിഴകിന് സമീപം 6-ാം മൈൽ ഭാഗത്ത് വാഹനമിടിച്ച് സ്ത്രീ മരിച്ചു. പിഴക് ആനക്കല്ല് കോളനി വടക്കേക്കുന്നേൽ എലിസബത്താണ് മരിച്ചത്. മൂവാറ്റുപുഴയിൽ നിന്നും പാലാ ഭാഗത്തേക്ക് പോയ പിക്കപ്പ് ജീപ്പ് നിയന്ത്രണം നഷ്ടമായി വൈദ്യുതി പോസ്റ്റിൽ തട്ടുകയും തുടർന്ന് റോഡിലൂടെ നടന്നുപോയ എലിസബത്തിനെ ഇടിച്ചു വീഴ്ത്തുകയുമായിരുന്നു. ഗുരുതരമായി പരിക്ക് പറ്റിയ എലിസബത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. എരുമേലി ടൗണിൽ നിർമ്മാണം ആരംഭിച്ച വാപുര ക്ഷേത്ര നിർമ്മാണം ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ പൊളിച്ചു നീക്കി. ക്ഷേത്രം നിർമ്മാണത്തെക്കുറിച്ച് അറിഞ്ഞില്ലെന്ന് എരുമേലി പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. അതേസമയം ശബരിമലയും എരുമേലിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ ഒരു മാറ്റവും അനുവദിക്കില്ലെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. എരുമേലി ടൗണിൽ പഴയ അയ്യപ്പ തിയേറ്റർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് വാപുര ക്ഷേത്ര നിർമ്മാണം നടന്നിരുന്നത്. നിർമ്മാണം അനുമതിയില്ലാതെയാണെന്ന പരാതിയെ തുടർന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കെയാണ് ക്ഷേത്രത്തിനായി നടത്തിയ നിർമ്മിതികൾ പൊളിച്ചു നീക്കിയത്. ഇന്ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കാനിരിക്കെയാണ് പുലർച്ചെ പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം ഒരുവിധ നിർമ്മാണത്തിനും ആരും അനുമതി തേടിയിട്ടില്ല എന്ന് എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ സണ്ണി പറഞ്ഞു. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മതിയായ രേഖകളൊന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അടിയന്തരമായിട്ട് തന്നെ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ
കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ബദലായി ഒരു നീക്കവും അനുവദിക്കില്ല എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. അതിനെ ഏതെങ്കിലും തരത്തിൽ മാറ്റിമറിക്കാനോ അവിടെ നിലവിൽ ഉള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഏതെങ്കിലും ഇല്ലാതാക്കാനോ ആര് പരിശ്രമിച്ചാലും അതനുവദിക്കില്ല. ക്ഷേത്ര നിർമ്മാണത്തിനെതിരെ സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർമ്മാണം സ്റ്റേ ചെയ്തത്. അനുമതി തേടാതെയാണ് നിർമ്മാണമെന്ന പഞ്ചായത്തും ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധമില്ലെന്ന വിശ്വഹിന്ദു പരിഷത്തും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, കോട്ടയം. സംസ്ഥാനത്ത് വീണ്ടും സ്വകാര്യ ബസ് സമരം. നാളെ സൂചനാ പണിമുടക്ക്. 23 മുതൽ അനിശ്ചിതകാല പണിമുടക്ക്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ തുക ഉയർത്തുക, ബസ് ഉടമകളിൽ നിന്നും അമിതമായ പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക, പെർമിറ്റ് പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരത്തിലേക്ക് കടക്കുന്നത്. സമരവുമായി മുന്നോട്ട് പോകാനാണ് ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതിയുടെ തീരുമാനം. KSRTC ബസ് സ്റ്റാൻഡുകളിലെ യൂണിയനുകളുടെ ബോർഡുകളും ഫ്ലക്സുകളും മാറ്റണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സ്വാഗതം ചെയ്യുന്നുവെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. തന്റെയും അഭിപ്രായം അതുതന്നെയാണ്. യൂണിയൻ തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജീവനക്കാർക്ക് ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകും. അതല്ലാതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. എൻ്റെ നിലപാടിൽ മാറ്റമില്ല, അഴിച്ചു മാറ്റണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നത്. റഫറൻഡം നാട്ടുകാർക്കല്ലല്ലോ, യാത്രക്കാർക്കല്ലല്ലോ, യൂണിയൻകാർക്കല്ലേ. ഞാൻ സത്യത്തിൽ ചോദിക്കണം, എന്തിനാണ് ഈ അലങ്കാരം? ഇത് ആരെ കാണിക്കാനാണ്? ദുർവ്യയമല്ലേ, സാമ്പത്തിക ദുർവ്യയമല്ലേ? ഇവരെന്താ ചെയ്യേണ്ടത്? ഓരോ ജീവനക്കാരനും അവരുടെ നേട്ടങ്ങൾ കാണിച്ചുകൊണ്ട് നോട്ടീസ് കൊടുക്കാം, ലഘുലേഖകൾ അടിച്ചു കൊടുക്കാം, അവർക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടാം. അത് വണ്ടി ഓടിച്ച് നിർത്താൻ ഡ്രൈവർക്കും കണ്ടക്ടറും കൊടുക്കുക, ജീവനക്കാർക്ക് കൊടുക്കുക. നാട്ടുകാരെന്ത് തെറ്റിയത്? ഈ റഫറൻഡം നടക്കുന്നതിന് നാട്ടുകാരെന്ത് തെറ്റിയത്? ഇതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത്. കേരളത്തിലുള്ള പല ബസ് സ്റ്റാൻഡുകളിൽ പോയാലും നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇന്ന ദിവസത്തിനുള്ളിൽ അഴിച്ചു മാറ്റണം. അത് ഞാൻ പറയാൻ പറ്റത്തില്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയും. ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസായതുകൊണ്ട് തീരുമാനം അവിടെ നിന്നാണ് വരേണ്ടത്. പക്ഷേ വോളണ്ടറിയായി ഇപ്പോൾ ഉദാഹരണത്തിന് പത്തനാപുരം, അടൂർ, പന്തളം എന്നീ സ്ഥലങ്ങളിലെ എല്ലാ ട്രേഡ് യൂണിയനും ചേർന്ന് അവർ സാധനങ്ങൾ അയച്ചു. കാരണം അവർക്കും അറിയാം ഏതാനും ദിവസങ്ങളിൽ ശക്തമായൊരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഹൈക്കോടതി വെച്ച ഒരു അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത് പരിഗണിക്കുന്നത്. അപ്പോൾ കോടതിയിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ ഉപരാഷ്ട്രപതി ഉച്ചയ്ക്ക് 1:30 ക്ഷേത്രത്തിൽ എത്തിയത്. രാവിലെ 9 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് കൊച്ചിയിലേക്ക് മടങ്ങിയ ഉപരാഷ്ട്രപതി കൊച്ചിയിലെ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷമാണ് വീണ്ടും ഗുരുവായൂരിൽ എത്തിയത്. രാവിലെ 9 മണിയോടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ഭാര്യ ഡോക്ടർ സുദേശ് ധൻഖറും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ശക്തമായ മഴയെയും കാറ്റിനെയും തുടർന്ന് ഹെലികോപ്റ്റർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഇറക്കാൻ സാധിച്ചില്ല. തുടർന്ന് കൊച്ചിയിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. തുടർന്ന് കൊച്ചിയിലെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് വീണ്ടും ഉപരാഷ്ട്രപതി ഗുരുവായൂരിലെത്തിയത്. കാലാവസ്ഥ അനുകൂലമായതിനാൽ 1 മണിയോടെ ഉപരാഷ്ട്രപതി ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലെത്തി. തുടർന്ന് റോഡ് മാർഗം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് 10 മിനിറ്റ് വിശ്രമത്തിന് ശേഷം 1:30 ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. തെക്കേ നടവഴിയാണ് ഉപരാഷ്ട്രപതിയും ഭാര്യയും ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. ഉപരാഷ്ട്രപതിയുടെ ദർശനത്തോടനുബന്ധിച്ച് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഗുരുവായൂരിൽ സജ്ജമാക്കിയത്. രാവിലെ മുതൽ ഭക്തരുടെ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചോറൂണ്, വിവാഹം തുടങ്ങിയ ചടങ്ങുകൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉപരാഷ്ട്രപതി എത്താൻ വൈകിയതിനാൽ ദർശനം പുനരാരംഭിക്കുകയും ഉപരാഷ്ട്രപതി എത്തിയ സമയത്ത് വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തുകയുമായിരുന്നു. ദർശനത്തിന് ശേഷം 2:15 ഉപരാഷ്ട്രപതി മടങ്ങി. അമൃത ന്യൂസ്, തൃശൂർ. കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തത്തെ കോൺഗ്രസും BJPയും ആഘോഷമാക്കുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. അപകടമുണ്ടായി എന്നാൽ അതിന്റെ പേരിൽ ഇത്തരം ധിക്കാരവും ഗുണ്ടായുസവും കാണിക്കുന്നത് ശരിയല്ല. ജനങ്ങൾ അതിനെ നേരിടും. ആരെങ്കിലും ആശുപത്രി ചികിത്സയ്ക്കെത്തിയാൽ അവരെ ആക്രമിക്കുന്ന രീതിയിലേക്കാണ് സമരങ്ങൾ പോകുന്നത്. ഇടതുപക്ഷം ചെയ്ത അത്രയും സമരങ്ങൾ കോൺഗ്രസും BJPയും ചെയ്തിട്ടുണ്ടാകില്ല എന്നും മന്ത്രി പ്രതികരിച്ചു. നിയമസഭ അംഗീകരിച്ച നിയമങ്ങളുണ്ട്. അതിനകത്ത് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളും സംഘർഷങ്ങളും വർദ്ധിപ്പിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഏതായാലും കോടതിയുടെ വിധി എന്ന് പറഞ്ഞാൽ സർവകലാശാലകൾക്ക് പൊതുവിലൊരു ആശ്വാസമാണ്. ആ ആശ്വാസം വളരെ പക്വതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി. പ്രസവശേഷം ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞ് ജാർഖണ്ഡിലേക്ക്. നിധി എന്ന ആരോഗ്യമന്ത്രി പേരിട്ട കുഞ്ഞ് ഇനി ജാർഖണ്ഡ് CWCയുടെ സംരക്ഷണയിൽ കഴിയും. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഉദ്യോഗസ്ഥർ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുട്ടിയുമായി പുറപ്പെട്ടു.
കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം മാതാപിതാക്കൾക്ക് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജാർഖണ്ഡ് CWCക്ക് കുഞ്ഞിനെ കൈമാറുന്നത്. കേരള CWC അധികൃതരും പോലീസും അടങ്ങിയ സംഘം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ നിധിയുമായി പുറപ്പെട്ടു. നിധിക്ക് 22 ദിവസം പ്രായമുള്ളപ്പോഴാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ICUവിൽ ഉപേക്ഷിച്ച് മാതാപിതാക്കൾ കടന്നുകളഞ്ഞത്. ആശുപത്രി ബില്ല് അടയ്ക്കാൻ പണമില്ലാത്തതായിരുന്നു കാരണം. ഇതോടെ കുഞ്ഞിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന നിധി വിദഗ്ധ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കുട്ടി ജീവനോടെ ഉണ്ടെന്നറിഞ്ഞതോടെ കുഞ്ഞിനെ തിരികെ വേണമെന്ന ആവശ്യവുമായി മാതാപിതാക്കൾ എത്തി. എന്നാൽ കുട്ടിയെ വിട്ടുകൊടുക്കണമോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് ജാർഖണ്ഡ് CWC ആണ്. ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഒപ്പം അല്പം ദുഃഖമുണ്ട്. കാരണം മരണത്തിലേക്ക് പോയ കുഞ്ഞിനെയാണ് നമ്മൾ കേരളം വീണ്ടെടുത്തത്. ജാർഖണ്ഡ് CWC ആണ് തീരുമാനിക്കേണ്ടത് കുഞ്ഞിനെ പേരൻസിന് കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം. 6 മാസം പ്രായമുള്ള കുഞ്ഞ് ഇപ്പോൾ ആരോഗ്യവതിയാണ്. വളരെ മിടുക്കായിട്ടിരിക്കുന്നു. അവൾ നമ്മളെ കണ്ടാൽ ചിരിക്കും. എല്ലാ നല്ല രീതിയിലുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അവളിലുണ്ട്. ഒരു ആത്മബന്ധം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് CWC നിർദ്ദേശം അനുസരിക്കാതിരിക്കാനാവില്ലല്ലോ. അപ്പം എല്ലാം അവളുടെ ഉത്തമ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ CWC നിർദ്ദേശം പാലിക്കുന്നു. കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതിനിടെ യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെടുകയും ജനുവരി 29 എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിന് ജന്മം നൽകുകയുമായിരുന്നു. നിധിയെ അവളുടെ മാതാപിതാക്കൾക്ക് കൈമാറണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജാർഖണ്ഡ് ശിശുക്ഷേമ സമിതിയാണ്. എന്തായാലും കേരളത്തിന്റെ സ്വന്തം കുഞ്ഞാണ് നിധി. എല്ലാ അനുഗ്രഹ ആശംസകളോടും കൂടിയാണ് അവളെ മലയാളക്കര യാത്രയാക്കുന്നത്. ക്യാമറാമാൻ P ശശികാന്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. പാലക്കാട് നാട്ടുകല്ലിൽ നിപ്പ ബാധിച്ച യുവതിയുടെ നില ഗുരുതരമായി തുടരുന്നു. യുവതിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകി. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ജാഗ്രത തുടരുന്നു. നിപ്പ സ്ഥിരീകരണത്തെ തുടർന്ന് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവതിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇന്നലെയും ഇന്നുമായി 2 ദിവസം മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. നിപ്പ ബാധിച്ച യുവതിയുടെ മകനും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷനിലാണെന്ന് അവലോകന യോഗത്തിന് ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് രോഗി തുടരുന്നത്. പ്രോട്ടോകോൾ പ്രകാരമുള്ള മോണോക്ലോണൽ ആന്റിബോഡി നൽകുന്നതിന് ഇന്ന് രാവിലെ 7:30 കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 12 മണി വരെ അത് കൊടുക്കും. അതായത് 12 മണിയോടുകൂടി അത് തീരും. അപ്പോൾ മോണോക്ലോണൽ ആന്റിബോഡിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് പേഷ്യന്റിന് നൽകാവുന്നത്. 383 പേരാണ് സംസ്ഥാനത്ത് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. അതേസമയം നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സംഘം സംസ്ഥാനത്തെത്തും. നാഷണൽ ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീമാണ് കേരളത്തിലെത്തുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണം തുടരുകയാണ്. പ്രദേശത്ത് എല്ലാ വീടുകളിലും ആരോഗ്യ പ്രവർത്തകർ എത്തി പനി ബാധിച്ചവരെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കുന്ന പ്രവർത്തനവും തുടരുകയാണ്. അമൃത ന്യൂസ്, മലപ്പുറം. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ആവശ്യമെങ്കിൽ സൗബിനെ വീണ്ടും വിളിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സൗബിനൊപ്പം കേസിൽ പ്രതികളായ പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. പ്രതികൾ സിനിമയുടെ 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ തട്ടിയെന്നാണ് കേസ്. അതേസമയം ഹൈക്കോടതി പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പറയാനുള്ളതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം സൗബിൻ പ്രതികരിച്ചു. സിനിമാ സംഘടനയുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയെന്ന് മന്ത്രി സജി ചെറിയാൻ. ജാനകി സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കാനായി സമരത്തിന് ആഹ്വാനം നൽകിയത് സംസ്ഥാന സർക്കാരാണെന്നും സെൻസർ ബോർഡ് നടപടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെന്നും കടന്നുകയറ്റമാണെന്നും മന്ത്രി പറഞ്ഞു. കോൺഗ്രസുകാർ സ്വന്തം കാര്യം നോക്കി ജീവിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോമളം അനിരുദ്ധൻ. വീണ ജോർജിനെ സംരക്ഷിക്കാൻ തങ്ങൾ വനിതകൾ മതിയെന്നും വേണമെങ്കിൽ കൊടികെട്ടുന്ന കമ്പുകൊണ്ട് യൂത്തന്മാരെ കൈകാര്യം ചെയ്യുമെന്നും കോമളം അനിരുദ്ധൻ പറയുന്നു. മന്ത്രി വീണ ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പത്തനംതിട്ടയിൽ നടത്തിയ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ഒരു കോൺഗ്രസ് പോലീസിന്റെ സഹായമില്ലാതെ ഞങ്ങളുടെ മന്ത്രിയെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ഞങ്ങളുടെ മന്ത്രിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏറ്റെടുത്തു. പത്തനംതിട്ട ജില്ല കഴിഞ്ഞാൽ കൊല്ലം ജില്ലയാണ്. ഇതിലും 5 ലക്ഷം അംഗങ്ങളുള്ള സംഘടനയാണ് പത്തനംതിട്ട.
ജനങ്ങളെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന മന്ത്രി വി.എൻ. വാസവനെ മുക്കാലിൽ കെട്ടി അടിക്കുകയാണ് വേണ്ടതെന്ന് ബി.ജെ.പി. ഉപാധ്യക്ഷൻ എൻ. രാധാകൃഷ്ണൻ. ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിവുകെട്ട മന്ത്രിയാണെന്ന് പത്തനംതിട്ടയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നടങ്കം പറയുകയാണെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. എറണാകുളത്ത് ബി.ജെ.പിയുടെ DMO ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാസവനെയൊക്കെ കാണുമ്പോൾ അയാൾക്ക് മുക്കാലി കെട്ടി അടിക്കേണ്ട സ്ഥിതിയാണ്. അയാൾ പറയാണ് എന്തൊരു ധിക്കാരമാണ് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്ന് വർത്തമാനം പറയുന്നതല്ല. അയാൾ പറയുന്നത് ഈ കെട്ടിടം പൊളിഞ്ഞു വീണതിൽ അല്ലെങ്കിൽ വീണ ജോർജ് തള്ളിയിട്ടതാണെന്ന. ശരിക്കും വഴിയിൽ പിടിച്ചു നിർത്തിയാൽ ചെപ്പിക്കുറ്റിക്ക് അടിക്കല്ലേ വേണ്ടേ? ഇങ്ങനത്തെ ഒരു മന്ത്രിയുണ്ടോ? മൂന്നാറിലെ തോട്ടം മേഖലയിൽ വിഹരിക്കുന്ന കാട്ടുകൊമ്പൻ പടയപ്പ എന്നും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. ഒറ്റയാന്റെ അക്രമ സംഭവങ്ങളാണ് പലതും. എന്നാൽ മൂന്നാറിൽ വിഹരിക്കുന്ന പടയപ്പയ്ക്ക് ആരാധകരും ഏറെയുണ്ട്. മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം പുൽമേട്ടിൽ നിലയുറപ്പിച്ച പടയപ്പയുടെ കാഴ്ച സഞ്ചാരികൾക്ക് വലിയ കൗതുകമായി. കാടിറങ്ങി നാട്ടിൽ വിലസുന്ന കാട്ടുകൊമ്പൻ പടയപ്പ തൊഴിലാളി കുടുംബങ്ങൾക്ക് പലപ്പോഴും വലിയ ആശങ്കയായി മാറാറുണ്ട്. എന്നാൽ നീണ്ട കൊമ്പുകളും വിടർന്ന മസ്തകവുമൊക്കെയുള്ള പടയപ്പയുടെ ആനച്ചന്തത്തിന് ആരാധകരും ഏറെയുണ്ട്. വാർത്തകളിലും റീൽസുകളിലും നിറയുന്ന പടയപ്പയ്ക്ക് കേരളത്തിന് പുറത്തും ആരാധകർ നിരവധി. കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം പുൽമേട്ടിൽ നിലയുറപ്പിച്ച് തീറ്റ തേടിയ പടയപ്പ വിനോദസഞ്ചാരികൾക്ക് കൗതുക കാഴ്ച സമ്മാനിച്ചു. റീൽസുകളിലും വാർത്തകളിലും മാത്രം കണ്ടറിഞ്ഞ പടയപ്പയെ അധികം ദൂരെയല്ലാതെ കാണാൻ കഴിഞ്ഞത് സഞ്ചാരികൾക്ക് നവ്യാനുഭവമായി. நாங்க வந்ததனால அது வந்ததா தெரியல, அது வந்ததனால நாங்க வந்திருக்கிறோமா தெரியல. நல்லா என்ஜாய் பண்ணோம். ലയങ്ങൾക്കരികിലൂടെ ചുറ്റിത്തിരിയുമെങ്കിലും പടയപ്പ മുമ്പ് വലിയ അക്രമ സ്വഭാവം പുറത്തെടുത്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇതിൽ മാറ്റം വന്നു. മതപ്പാടിന്റെ കാലയളവിലാണ് പടയപ്പ കൂടുതൽ ആക്രമണകാരിയാകാറുള്ളത്. തോട്ടം മേഖലയിൽ ആശങ്ക ഉയർത്തുന്ന കാട്ടുകൊമ്പനാണ് പടയപ്പയെങ്കിലും മനുഷ്യർക്കിടയിലൂടെ അതിജീവനത്തിനായി ചുറ്റിത്തിരിയുന്ന ഒറ്റയാനോട് വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല തൊഴിലാളി കുടുംബങ്ങൾക്കും തെല്ലൊരു മാനസിക അടുപ്പം തോന്നിയിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.